ഞാൻ പലരുടെ ജീവിതത്തിലും കണ്ടിട്ടുണ്ട്. ചില വിഷയങ്ങളിൽ പ്രാർത്ഥിക്കുവാൻ വരുമ്പോൾ വളരെ നിസ്സാരപ്പെട്ട ചില ആലോചനകൾ അവർക്ക് കൊടുക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അത് നമ്മുടെ ബുദ്ധിയിൽ നിന്ന് കൊടുക്കുന്നതല്ല, പകരം ദൈവത്തിന്റെ ആത്മാവിനാൽ ചില ആലോചനകൾ കൊടുക്കുന്നതാണ്. എന്നാൽ ആ ആലോചനകളെ വിലയേറപ്പെട്ട ഒരു മുത്തിനെ പോലെ ഏറ്റെടുക്കുന്നവരുടെ ജീവിതത്തിൽ ഇമ്മീഡിയറ്റ്ലി മിറക്കിൾസ്, അത്ഭുതങ്ങൾ നടക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. എന്നാൽ ആലോചനയെ മൈൻഡ് ചെയ്യാതെ അവഗണിച്ചു കൊണ്ടുപോകുന്നവർ, അതിന് പല തടസ്സങ്ങൾ പറഞ്ഞു പോകുന്നവർ, അവർ സ്ട്രഗിൾ ചെയ്യുന്നതും കണ്ടിട്ടുണ്ട്. അവരുടെ ജീവിതത്തിൽ പെട്ടെന്നൊരു മിറക്കിൾ, പെട്ടെന്നൊരു വിടുതൽ ഉണ്ടാകുന്നത് ഞാൻ കണ്ടിട്ടില്ല. ആലോചനകൾ കേട്ടാൽ അത് അതേപടി ഇമ്മീഡിയറ്റ്ലി ഏറ്റെടുത്താൽ, ദൈവത്തിന്റെ സന്നിധിയിൽ നിന്നും ദൈവത്തിന്റെ അഭിഷിക്തന്മാരിൽ നിന്നും ലഭിക്കുന്ന ദൈവിക ആലോചനയെ ഏറ്റെടുത്താൽ ഉടനടി ദൈവത്തിന്റെ പ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ ആരംഭിക്കും. ചിലർ വിചാരിക്കുന്നു, ഈ ആലോചന അനുസരിച്ചില്ല എങ്കിലും ഞാൻ കൂടുതൽ പ്രാർത്ഥിച്ചിരുന്നാൽ എനിക്ക് വിടുതൽ ലഭിക്കുമെന്നൊരു അന്ധവിശ്വാസമുണ്ട്. ഫസ്റ്റ് ഒബേ, ആദ്യം അനുസരിക്ക്, then മിറക്കിൾ. അനുസരിച്ചു കഴിഞ്ഞാൽ അടുത്ത മിറക്കിൾ. എല്ലാ വിടുതലും വരുന്നത് പ്രാർത്ഥനയാലല്ല. ചിലത് മാനസാന്തരത്താൽ, ചിലത് അനുസരണയാൽ, ചിലത് കീഴ്പ്പെടുമ്പോൾ, ചിലത് നമ്മുടെ മനസ്സിനെ ഒന്ന് വിട്ടുകൊടുക്കുമ്പോൾ, ചില കാര്യങ്ങളിൽ നമുക്കൊരു അംഗീകാരം ഉണ്ടാകുമ്പോൾ, താഴ്മ വരുമ്പോൾ, സ്വഭാവത്തിൽ മാറ്റമുണ്ടാകുമ്പോൾ, ദൈവത്തിന് ഇഷ്ടപ്പെട്ട ചില തീരുമാനങ്ങൾ എടുക്കുമ്പോൾ, ഇതിലെല്ലാത്തിലും വിടുതലുണ്ടാകും.